ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ തന്ന പോർഷൻസ് എല്ലാവരും കവർ ചെയ്തു എന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഡെയിലി തരുന്ന പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് പോവുക. അതിൻ്റെ നോട്ട്സോട് കൂടി വീഡിയോയും കേട്ടിട്ട് അതൊന്ന് മനസ്സിലാക്കി പഠിച്ചു പോവുക. അത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ടുഡേയ്സ് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്നലത്തതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഇന്ന് ഇട്ട് പോകുന്നത്. Okay, and today is that derivation of demand curve from law of diminishing marginal utility. How to derive a demand curve from law of diminishing marginal utility? അപ്പോൾ അതിന് നമുക്ക് തീർച്ചയായിട്ടും ഡയഗ്രാം വേണം അല്ലേ? അപ്പോൾ നമ്മൾക്ക് ബുക്കിൽ നിന്ന് തന്നെ ഡയഗ്രാം നോക്കി അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇറ്റ്സ് സോ സിമ്പിൾ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, Derivation of demand curve from law of marginal utility. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് രണ്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മളൊരു ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത് ഫ്രം ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നതാണ്. ആക്ച്വലി നിങ്ങൾക്കറിയാം എന്താണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് അല്ലേ? അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ് എന്ന് പറയുന്നത് ഗുഡ് എക്സ് ആണ്. അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്പിളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ആപ്പിളിന് 10 rupees ആണെങ്കിൽ നമ്മൾ 10 rupees കൊടുത്തു ഒരു ആപ്പിൾ എടുത്തു. ഓക്കെ, ആൻഡ് നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ നെക്സ്റ്റ് ആപ്പിൾ എടുക്കണമെങ്കിൽ വീണ്ടും 10 rupees കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ആപ്പിളിന് വേണ്ടി നമ്മൾ കൊടുത്ത അത്രയും എമൗണ്ട് ₹10 തന്നെ സെക്കൻഡ് ആപ്പിളിൽ നിന്ന് കൊടുത്തു, തേർഡ് ആപ്പിളിന് കൊടുത്തു. അങ്ങനെ ഓരോ സക്സസീവ് യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഈ 10 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ ആ മാർജിനൽ യൂട്ടിലിറ്റി കീപ്സ് ഓൺ ഡിക്ലൈനിങ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ് എ കൺസ്യൂമർ കൺസ്യൂം സക്സസീവ് യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ്, ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി കീപ്സ് ഓൺ ഡിക്ലൈനിങ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാമിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വെൻ എ കൺസ്യൂമർ ഇൻക്രീസ് ഹിസ് കൺസംഷൻ ഫ്രം സെക്കൻഡ് യൂണിറ്റ് ടു തേർഡ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് ടു തേർഡ് യൂണിറ്റിലേക്ക് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹിസ് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്. കണ്ടോ, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് പോകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ് ഫ്രം U2 ടു U3. അതായത് നമ്മൾ ഓരോ സക്സസീവ് യൂണിറ്റ്സ് ഓരോന്നും നമ്മൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഇറ്റ് ഇസ് റിട്ടേൺ. When the consumer increases consumption from second unit to third unit, his marginal utility declines from U2 to U3. As a result, he is willing to pay less price for the third unit. അടുത്ത സക്സസീവ് യൂണിറ്റിൽ നമ്മൾ ആദ്യം കൊടുത്ത അത്രയും എമൗണ്ട് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾക്ക് ഒരു മനസ്സുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ആ പേ ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So next, in panel 2 we see that the consumer demand third unit of price P3 ആയിരിക്കും, which is less than P2. So joining this C and D, we derive the demand curve for the good which same as the marginal utility of good X. നമ്മളിവിടെ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത് C to D എന്ന് പറയുന്ന ഈ ഒരു പാനലിലായി ഇതിനകത്തായിരിക്കും. സെക്കൻഡ് പാനലിൽ C to D ആയിരിക്കും നമ്മൾ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത്. ആസ് ദ P3 ആയിരിക്കും ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക, വിച്ച് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി P2. സോ ജോയിനിങ് C and D, the panel 2, we get the demand curve for the good which is same as the marginal utility curve of good X. അടുത്തതായിട്ട് ലിമിറ്റേഷൻസ് ഓഫ് മാർഷേലിയൻ അപ്രോച്ച്. മാർഷേലിയൻ അപ്രോച്ചിന് സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാർഷേലിയൻ അപ്രോച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി തിയററ്റിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. തിയററ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രാക്ടിക്കലായിട്ടും ആപ്ലിക്കബിൾ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ നോക്കുന്നത്. സോ ഇവർ പറയുന്നത് ഇതങ്ങനെ പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കബിൾ അല്ല എന്നതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് യൂട്ടിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടെ മണി വെച്ചിട്ടാണെന്നാണ് പറയുന്നത് അല്ലെ? ഒരു യൂട്ടിലിറ്റി മീൻസ് വോണ്ട് സാറ്റിസ്ഫൈങ് പവർ. ഓക്കെ, അപ്പോൾ ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ മണി വെച്ചിട്ട്
മെഷർ ചെയ്യും എന്നാണ് ഇവർ ചോദിക്കുന്നത്. ബിക്കോസ് മണി ഇറ്റ്സെൽഫ്, വാല്യൂ ഓഫ് മണി ഇറ്റ്സെൽഫ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മണി ഒരു റോഡാക്കി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ. യു അണ്ടർസ്റ്റുഡ്? ദ നെക്സ്റ്റ് അപ്രോച്ച് ഈസ് ഹിക്സിയൻ അപ്രോച്ച് ഓർ ഓർഡിനൽ അപ്രോച്ച്. ഹിക്സിയൻ അപ്രോച്ച് ഓർ ഓർഡിനൽ അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഹിക്സിയൻ അപ്രോച്ചിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് കനോട്ട് ബി മെഷേർഡ്. ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? അതായത് ഒരു കൊമോഡിറ്റി അല്ലെങ്കിൽ രണ്ട് കൊമോഡിറ്റി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ വാല്യൂ നമുക്ക് മെഷറബിൾ അല്ല, അത് ഓർഡിനലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓർഡിനലി എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത്? യെസ്, നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കൺസ്യൂമേഴ്സ് നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ പല പല കാര്യങ്ങൾ മേടിക്കുമ്പോൾ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഓരോ കാര്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഹിക്സിയൻ അപ്രോച്ച് പറയുന്നത്. ഓക്കെ, ഈ അപ്രോച്ച് പറയാനായിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിലൂടെ നമ്മളിത് പറയുന്നുണ്ട്, പിന്നെ ബഡ്ജറ്റ് ലൈൻ ഉപയോഗിച്ചും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾക്ക് വരാം. ഇൻഡിഫറൻസ് കർവൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻഡ് അപ്പം നമുക്ക് അതിലേക്ക് വരാം. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹിയർ ആർ സം അസംഷൻസ് ഫോർ ഹിക്സിയൻ അപ്രോച്ച്. കുറച്ച് അസംഷൻസ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ ഇസ് റാഷണാലിറ്റി. റാഷണൽ ആണോ നമ്മൾ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. യെസ്, ദ കൺസ്യൂമർ ഇസ് അസ്യൂംഡ് ടു ബി റാഷണൽ അല്ലേ? കാരണം ചോയ്സസ് ഉണ്ടാവും, നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പം നമ്മൾ ദ ബെസ്റ്റ്, നമുക്ക് പല ചോയ്സിൽ നിന്നും ഒരു കാര്യം മേടിക്കാനാണെങ്കിൽ തന്നെ നമ്മൾ ആ ചോയ്സിൽ നിന്നും ബെസ്റ്റ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ദ കൺസ്യൂമർ ഈസ് അസ്യൂംഡ് ടു ബി റാഷണൽ. ഓക്കെ, ആ ബെസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് കൺസിഡർ ചെയ്യും? യെസ്, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ 2 പെൻ എടുക്കുവാണെങ്കിൽ ഇതിൽ നിന്നും ദ ബെസ്റ്റ് ഏതാണ്? ഇതിൽ നിന്നും ബെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൽ മാറ്റേഴ്സ് അല്ലേ? So the consumer is assumed to be rational. First one, rationality, and the second one is transitivity. എന്താണ്? കൺസ്യൂമർ ഈസ് അസ്യൂംഡ് ടു ബി ട്രാൻസിറ്റീവ് വെൻ, അതായത് ഇപ്പോൾ കൺസ്യൂമർ ഒരു ബണ്ടിൽ ഓഫ് എ ചൂസ് ചെയ്യാണ്. ഓക്കെ, കുറേ ബണ്ടിൽസ് ഉണ്ട്, എ ബി സി എന്ന് പറയുന്ന ബണ്ടിൽസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ കൺസ്യൂമർ അസ്യൂം ചെയ്യുക ഇഫ് വി ആർ ചൂസിങ് ബണ്ടിൽ എ ഗ്രേറ്റർ ദാൻ ബണ്ടിൽ ബി ആയിട്ട് നമ്മൾ കാണുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബണ്ടിൽ ബി ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സി, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബണ്ടിൽ എ ഇസ് ഗ്രേറ്റർ ദാൻ ബണ്ടിൽ സി. അതാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബണ്ടിൽ എ ബി സി തന്നിട്ടുണ്ടെങ്കിൽ if bundle A is greater than bundle B and bundle B is greater than bundle C, then bundle A is greater than bundle C. Okay, you understood? Third one is consistent. Consistent. A consumer is assumed to be consistent when നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സ് റാങ്ക് ചെയ്യും, ഓരോ കൊമോഡിറ്റിയും റാങ്ക് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഓരോ കൊമോഡിറ്റീസിനെ റാങ്ക് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ബണ്ടിൽ എ, ഇഫ് കൺസ്യൂമർ അസ്യൂംസ് a bundle A is greater than bundle B, then the same as the bundle B is greater than bundle A. ഓക്കെ, ആ റാങ്ക് ചെയ്യുന്നത് ഓരോ കൊമോഡിറ്റിനെ റാങ്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബണ്ടിൽ ഇഫ് എ, നമ്മൾ ട്രാൻസിറ്റിവിറ്റിയിൽ പറഞ്ഞു ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ ഈസ് ഗ്രേറ്റർ ദാൻ സി. ഇവിടെ വരുമ്പോൾ ഇഫ് കൺസിസ്റ്റന്റ് ആവുമെന്ന് പറയുമ്പോൾ ബണ്ടിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, ദെൻ ബണ്ടിൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ ബണ്ടിൽ എ. ദ സെയിം ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി കം ടു ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇൻഡിഫറൻസ് കർവ് എന്താണ്. യെസ്, ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് two goods which yields the same level of satisfaction. That is what is called indifference curve. Okay, നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോ നിങ്ങൾക്ക് അത് വായിച്ച് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് എനി ടു ഗുഡ്സ് വിച്ച് yields ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇവിടെ ഓരോ ഇൻഡിഫറൻസ് കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഇതിലെ ഓരോ ഇൻഡിഫറൻസ് കർവും yields ദ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇവിടെ ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് തന്നിട്ടുണ്ട്.
ആൻഡ് ഇവിടെ ഓരോ പോയിന്റിലും ഓരോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്, അത് പല രീതിയിൽ ചോദിക്കും. അതായത് ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെ എന്താ പറയുന്നത്? സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇസ് കോൾഡ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അത് പല രീതിയിൽ ചോദിക്കാറുണ്ട്, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. So the properties of indifference curve. The properties of indifference curve, first one is that indifference curve slopes from left to right. അത് എന്തുകൊണ്ടാണ്? അതായത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ, കൺസ്യൂമർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപോലെ പോകാനായിട്ട്, പാരലലായിട്ട് പോകാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് വൈ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് തന്നെയാണ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ് സ്ലോപ്പിംഗ് ആണെന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ഇൻഡിഫറൻസ് കർവ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. അത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് സ്ലോപ്പ് വരാൻ കാരണം? It is because of law of diminishing marginal utility. Okay, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഇസ് നെഗറ്റീവ് സ്ലോപ്പ്. ഈ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. You understood? And the third property is higher indifference curve lead to higher level of satisfaction. ഒരു ബണ്ടിൽ ഓഫ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ, അപ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവ് ആകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും, അതല്ലാതെ അവിടെ കുറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് ലീഡ്സ് ടു ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. യു അണ്ടർസ്റ്റുഡ്? ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് നമുക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ് ഇൻഡിഫറൻസ് കർവ് ഡസ് നോട്ട് ഇന്റർസെക്ട്. Two indifference curve does not meet each other, does not intersect. Okay, you understood the properties? Yes. ഒന്നുകൂടി പറയാം. That is, indifference curve slopes from left to right. Second one is indifference curve has a negative slope, and the third one is higher level of indifference curve leads to higher level of satisfaction, and the last one is indifference curve do not intersect each other. മനസ്സിലായല്ലോ? So next നമുക്ക് budget line ലേക്ക് വരാം. So what is a budget line? Budget എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ budget line of a consumer is that a consumer can consume two commodities, any combination of two commodities with his given money, income and price level. Budget line is also called price line. ഓക്കെ, നമ്മൾക്ക് ഏത് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, നമ്മൾക്ക് കിട്ടുന്ന ഇൻകമും അതിൻ്റെ പ്രൈസും അനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള മണി അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബഡ്ജറ്റ് ലൈൻ ഇസ് ഓൾസോ കോൾഡ് പ്രൈസ് ലൈൻ. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇസ് ബഡ്ജറ്റ് സെറ്റ്. ബഡ്ജറ്റ് സെറ്റ് എന്തായിരിക്കും? അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബണ്ടിൽസ് ഓഫ് കൊമോഡിറ്റീസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്ത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അധികം മണി ഉണ്ടാവണം എന്നില്ല, എന്നാലും നമ്മൾക്ക് ഉള്ളത് വെച്ച് നമുക്ക് ഹോൾ ഇൻകം സ്പെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇൻകം മാത്രം സ്പെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. അത് നമ്മളുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദി ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് only those affordable bundles which a consumer can spend to consume his own commodities with a given income. അയാളുടെ കയ്യിലുള്ള ആ ഒരു ഇൻകം വെച്ചിട്ട് എത്രത്തോളം ബണ്ടിൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് നോക്കി പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് സെറ്റ്. ഓക്കെ, ആൻഡ് the slope of the budget line എന്ന് പറയുന്നത് എന്തായിരിക്കും? Slope of the budget line is that marginal rate of exchange. Okay, slope of the budget line is marginal rate of exchange. Okay, so ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഷിഫ്റ്റ് ഇൻ ദി ബഡ്ജറ്റ് ലൈൻ. സോ നമ്മൾക്ക് ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, അതിൽ ഇഫ് ഇൻകം ഇൻക്രീസസ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. കണ്ടോ, ഇൻകം കൂടുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇൻകം കുറയുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഡയഗ്രാം ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഇഫ് പ്രൈസ് ഓഫ് എക്സ് ഗോസ് ഡൗൺ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് റൈറ്റ് വേർഡ്സ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്.
ബഡ്ജറ്റ് ലൈൻ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്, എക്സ് ആക്സിസിൽ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഇഫ് പ്രൈസ് ഓഫ് ഗുഡ് ഗോസ് അപ്പ് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ലെഫ്റ്റ്വേർഡ്. ഓക്കെ, ആൻഡ് ഇഫ് ദർ ഇസ് proportionate change in price and income of consumer, there will be no shift in budget line. ഒരു ചേഞ്ച് പ്രൈസിലും അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ഇൻകമിലും ഉണ്ടെങ്കിൽ there will not be any shift. Okay? Next, we'll come on to the Angel's curve. Angel's curve എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരണം അത് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാറുള്ളതാണ്. ഏഞ്ചൽസ് കർവിന്റെ സ്ലോപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഗുഡ് എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏഞ്ചൽസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഞ്ചൽസ് കർവ് ട്രാക്സ് ദി കൺസംഷൻ ഓഫ് ഗുഡ് എക്സ്. ഒരു ഗുഡിന്റെ കൺസംഷൻ എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നത് ആസ് ഇൻഡിവിജ്വൽസ് ഇൻകം ചേഞ്ചസ്. നമ്മളുടെ ഇൻകം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമ്മളൊരു ഗുഡ് എത്രത്തോളം മേടിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് ട്രാക്ക് ചെയ്യുന്നതാണ് ഏഞ്ചൽസ് കർവ്. ഓക്കെ, ആൻഡ് ഇഫ് ദി ഏഞ്ചൽസ് കർവ് നമുക്ക് നോർമൽ ഗുഡ് ആണോ ഇൻഫീരിയർ ഗുഡ് ആണോ എന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അത് നോർമൽ ഗുഡ് ആണ് എന്നറിയുന്നത് എങ്ങനെയാണ്? ഇഫ് ഏഞ്ചൽസ് കർവ് ഇസ് പോസിറ്റീവ്, it is a good is normal, and if the angel's curve is negative, slope of the angel curve is negative, then the good is inferior. Okay, അത് നമുക്ക് ഡയഗ്രാമിലൂടെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. സോ നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. Then this is the angel's curve. കണ്ടോ? അപ്പോൾ ഏഞ്ചൽസ് കർവ് പറയുന്നത് Angel's curve tracks the consumption of good X as individuals' income changes. കണ്ടോ? ഈ ഫസ്റ്റ് ഡയഗ്രാമിൽ ഏഞ്ചൽസ് കർവിന് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ, അതായത് ഓരോ ആളുകളുടെയും ഇൻകം ലെവൽ ചേഞ്ച് ചെയ്യുമ്പോൾ അവർ എത്രത്തോളം കൺസ്യൂം ചെയ്യും എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നോർമൽ ഗുഡാന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫീരിയർ ഗുഡാന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ.